JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. 2024 PSC പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യയിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യമാണ്, സാധാരണ PSC പരീക്ഷയ്ക്ക് കാണുന്ന ഒരു ചോദ്യമാണ്. എങ്കിലും നിങ്ങൾ ക്ലാസ്സിനോടൊപ്പം തന്നെ പഠിച്ചു പോവുക. ഇന്ത്യയിലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 2000. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രധാനമായും എന്തുമായി ബന്ധപ്പെട്ട നിയമമാണ്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രധാനമായും എന്തുമായി ബന്ധപ്പെട്ട നിയമമാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ആർക്കൊക്കെ അറിയാം ഇതിന് ശരി ഉത്തരം എന്താണെന്ന്? എന്തുമായിട്ടാണ്? IT ആക്ട് 2000 പ്രധാനമായും എന്തുമായി ബന്ധപ്പെട്ട നിയമമാണ്? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, സൈബർ സുരക്ഷയും ഇലക്ട്രോണിക് ഇടപാടുകളും. സൈബർ സുരക്ഷയും ഇലക്ട്രോണിക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിയമമാണ് IT ആക്ട് 2000 എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഏത് ഭാഗമാണ് ഇലക്ട്രോണിക് രേഖകൾക്ക് നിയമപരമായ അംഗീകാരം നൽകുന്നത്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് IT ആക്ട് 2000 ഏത് ഭാഗമാണ് ഇലക്ട്രോണിക് രേഖകൾക്ക് നിയമപരമായ അംഗീകാരം നൽകുന്നത്? ഓപ്ഷൻ എ, ബി, സി, ഡി. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, അധ്യായം 2. അധ്യായം 2 ആണ് IT ആക്ടിലെ ഇലക്ട്രോണിക് രേഖകൾക്ക് നിയമപരമായ അംഗീകാരം നൽകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. സൈബർ തീവ്രവാദം, സൈബർ ടെററിസം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടില് ഏത് ഭാഗത്തിലാണ് നിർവഹിച്ചിരിക്കുന്നത്? 2008 ഭേദഗതി പ്രകാരം സൈബർ തീവ്രവാദം, അതായത് സൈബർ ടെററിസം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ ഏത് ഭാഗത്തിലാണ് നിർവഹിച്ചിരിക്കുന്നത്? അത് 2008 ഭേദഗതി പ്രകാരം പറയണം. ഏതാണ്? 4 സെക്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏത് സെക്ഷനാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, സെക്ഷൻ 66F. സെക്ഷൻ 66F. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തി മറ്റൊരാളുടെ ഡിജിറ്റൽ ഒപ്പ് ചതിയിലൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ IT ആക്ട് 2000 പ്രകാരം അത് ഏത് കുറ്റകൃത്യത്തിൽ പെടുന്നു? ഒരു വ്യക്തി മറ്റൊരാളുടെ ഡിജിറ്റൽ ഒപ്പ് ചതിയിലൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ IT ആക്ട് 2000 പ്രകാരം അത് ഏത് കുറ്റകൃത്യത്തിൽ പെടുന്നു? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഡിജിറ്റൽ ഒപ്പ് തട്ടിപ്പ്, ഡിജിറ്റൽ സിഗ്നേച്ചർ ഫ്രോഡ് എന്ന കുറ്റകൃത്യത്തിൽ പെടുന്നു. ഡിജിറ്റൽ ഒപ്പ് തട്ടിപ്പ്, ഡിജിറ്റൽ സിഗ്നേച്ചർ ഫ്രോഡ് എന്ന കുറ്റകൃത്യത്തിൽ പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം ഹാക്കിംഗ് ഏത് സെക്ഷനിലാണ് നിർവഹിച്ചിരിക്കുന്നത്? സെക്ഷനെ സംബന്ധിച്ച് വ്യക്തമായ അറിവുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നാലും നിങ്ങൾ പരീക്ഷയ്ക്ക് ഇത് ഉറപ്പായിട്ടും സെക്ഷൻസ് ധാരാളമായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം ഹാക്കിംഗ് ഏത് സെക്ഷനിലാണ് നിർവഹിച്ചിരിക്കുന്നത്? 4 സെക്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ, സെക്ഷൻ 43 ആണ് നിർവഹിച്ചിരിക്കുന്നത്. ഹാക്കിംഗ് സെക്ഷൻ 43 ആണ് നിർവഹിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം സൈബർ സ്റ്റോക്കിങ്ങിനുള്ള ശിക്ഷ എന്താണ്? 2008 ഭേദഗതി പ്രകാരമാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് IT ആക്ട് 2000 പ്രകാരം സൈബർ സ്റ്റോക്കിങ്ങിനുള്ള ശിക്ഷ എന്താണ്? 2008 ഭേദഗതി പ്രകാരം 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, 3 വർഷം വരെ തടവും പിഴയും. 3 വർഷം വരെ തടവും പിഴയുമാണ് IT ആക്ട് 2000 പ്രകാരം സൈബർ സ്റ്റോക്കിങ്ങിനുള്ള ശിക്ഷ. അടുത്ത ക്വസ്റ്റ്യൻ. ഇലക്ട്രോണിക് രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനും നിയമപരമായ ചട്ടക്കൂട് നൽകുന്നത് ആരാണ്? ഇലക്ട്രോണിക് രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും കൈകാര്യം ചെയ്യാനും നിയമപരമായ ചട്ടക്കൂട് നൽകുന്നത് ആരാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, IT ആക്ട് 2000, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000.
അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം ഇന്റർമീഡിയറി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? IT ആക്ട് 2000 പ്രകാരം ഇന്റർമീഡിയറി എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ഉപയോക്താക്കൾക്കും വിവരങ്ങൾക്കും ഇടയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ. ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. അതാണ് ഇന്റർമീഡിയറി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2008 വരുത്തിയ പ്രധാന ഭേദഗതി എന്തായിരുന്നു? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2008 വരുത്തിയ പ്രധാന ഭേദഗതി എന്തായിരുന്നു? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അത് ശരിയായത് ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ് ശരിയായിട്ടുള്ളത്? പെട്ടെന്ന് വായിച്ചു നോക്കിയേ. ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണല്ലേ. സൈബർ തീവ്രവാദം, ഡാറ്റാ സുരക്ഷ തുടങ്ങിയ പുതിയ കുറ്റകൃത്യങ്ങളും വ്യവസ്ഥകളും ഉൾപ്പെടുത്തി. സൈബർ തീവ്രവാദം, ഡാറ്റാ സുരക്ഷ തുടങ്ങിയ പുതിയ കുറ്റകൃത്യങ്ങളും വ്യവസ്ഥകളും ഉൾപ്പെടുത്തി. അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2008 വരുത്തിയ പ്രധാന ഭേദഗതി സൈബർ തീവ്രവാദം, ഡാറ്റാ സുരക്ഷ തുടങ്ങിയ പുതിയ കുറ്റകൃത്യങ്ങളും വ്യവസ്ഥകളും ഉൾപ്പെടുത്തി. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഏത് സെക്ഷനാണ് കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് നശിപ്പിക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്നത്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 IT ആക്ട് 2000 ഏത് സെക്ഷനാണ് കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് നശിപ്പിക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്നത്? 4 സെക്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിൽ ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. സെക്ഷൻ 65. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം വ്യക്തിഗത വിവരങ്ങളുടെ സംരക്ഷണം പ്രധാനമായും ഏതു ഭാഗത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? 2008 ഭേദഗതി പ്രകാരം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം വ്യക്തിഗത വിവരങ്ങളുടെ സംരക്ഷണം, പ്രൊട്ടക്ഷൻ ഓഫ് പേഴ്സണൽ ഡേറ്റ പ്രധാനമായും ഏതു ഭാഗത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? 2008 ഭേദഗതി പ്രകാരം 4 സെഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? സെക്ഷൻ 43A. സെക്ഷൻ 43A. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം സൈബർ സ്റ്റോക്കിംഗ് ഏത് സെക്ഷനിലാണ് നിർവഹിച്ചിരിക്കുന്നത്? ആർക്കൊക്കെ അറിയാം? IT ആക്ട് 2000 പ്രകാരം സൈബർ സ്റ്റോക്കിംഗ് ഏത് സെക്ഷനിലാണ് നിർവഹിച്ചിരിക്കുന്നത്? 4 സെക്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ശരി ഉത്തരം? 2008 ഭേദഗതി പ്രകാരമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? സെക്ഷൻ 67C ആണ്. സെക്ഷൻ 67C. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം നിയമവിരുദ്ധമായ വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? IT ആക്ട് 2000 പ്രകാരം നിയമവിരുദ്ധമായ വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി. ആരാണ് ഇതിൻ്റെ അകത്തെ അധികാരം ഉള്ള ആൾ? ആരാണ്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം നിയമവിരുദ്ധമായ വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ആർക്കാണ്? കണ്ടുപിടിച്ചോ? ആരാണ്? കേന്ദ്ര സർക്കാരിനാണ് അല്ലേ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം നിയമവിരുദ്ധമായ വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം ഡിജിറ്റൽ ഒപ്പുകൾക്ക് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം ഡിജിറ്റൽ ഒപ്പുകൾക്ക് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫി. പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫി ആണ് ഡിജിറ്റൽ ഒപ്പുകൾക്ക് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ. IT ആക്ട് 2000 പ്രകാരം. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ലക്ഷ്യങ്ങൾ താഴെ പറയാത്തത് ഏതാണ്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ലക്ഷ്യങ്ങളിൽ താഴെ പറയാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഏതാണ്? എല്ലാ ഇന്റർനെറ്റ് ഉപയോക്താക്കൾക്കും സൗജന്യ ഇന്റർനെറ്റ് സേവനം ഉറപ്പാക്കുക. അതാണ് ലക്ഷ്യങ്ങളിൽ താഴെ പറയാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം കമ്പ്യൂട്ടർ എന്നതിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു?
IT ആക്ട് 2000 പ്രകാരം കമ്പ്യൂട്ടർ എന്നതിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം കമ്പ്യൂട്ടർ എന്നതിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഡെസ്ക്ടോപ്പുകള്, ലാപ്ടോപ്പുകള്, ടാബ്ലറ്റുകള്, സ്മാർട്ട് ഫോണുകള് തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉൾപ്പെടുന്നു. അപ്പോൾ IT ആക്ട് 2000 പ്രകാരം കമ്പ്യൂട്ടർ എന്നതിൽ ഡെസ്ക്ടോപ്പുകളും ലാപ്ടോപ്പുകളും ടാബ്ലറ്റുകളും സ്മാർട്ട് ഫോണുകളും തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉൾപ്പെടുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം ഇലക്ട്രോണിക് ഒപ്പുകൾക്ക് തുല്യമായ നിയമപരമായ സാധുത നൽകുന്ന മറ്റ് രീതി ഏതാണ്? അപ്പോൾ അത് 2008 ഭേദഗതി പ്രകാരമാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം ഇലക്ട്രോണിക് ഒപ്പുകൾക്ക് തുല്യമായ നിയമപരമായ സാധുത നൽകുന്ന മറ്റ് രീതി ഏതാണ്? 2008 ഭേദഗതി പ്രകാരം 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, വിരലടയാളം, ബയോമെട്രിക് സിഗ്നേച്ചർ. അതാണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം സൈബർ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രധാന സ്ഥാപനം ഏതാണ്? ആർക്കൊക്കെ അറിയാം? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം സൈബർ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രധാന സ്ഥാപനം ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, സൈബർ ക്രൈം സെല്ലുകൾ. സൈബർ ക്രൈം സെൽസ് ആണ് കറക്റ്റായ ഉത്തരം. സൈബർ ക്രൈം സെല്ലുകളാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം സൈബർ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രധാന സ്ഥാപനം. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 കാലക്രമേണ പരിഷ്കരിക്കേണ്ടതിന്റെ പ്രധാന കാരണം എന്താണ്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 കാലക്രമേണ പരിഷ്കരിക്കേണ്ടതിന്റെ പ്രധാന കാരണം എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, സാങ്കേതിക വിദ്യയുടെ വളർച്ചയും പുതിയ സൈബർ ഭീഷണികളും നേരിടാൻ അത് കാലക്രമേണ പരിഷ്കരിക്കേണ്ടതിന്റെ പ്രധാന കാരണം. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 കാലക്രമേണ പരിഷ്കരിക്കേണ്ട പ്രധാന കാരണം എന്താണ്? സാങ്കേതിക വിദ്യയുടെ വളർച്ചയും പുതിയ സൈബർ ഭീഷണികളും നേരിടാൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.